അപ്പോൾ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ ബോയ്സ് ആൻഡ് ഗേൾസ് പ്ലാറ്റ്ഫോംസ് ആൻഡ് പുതുപുത്തൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ എവിടെ നിൽക്കുന്നത് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ? അങ്ങാടിപ്പുറത്താണ്. അങ്ങാടിപ്പുറത്തു നിന്നാണ് ഇന്നത്തെ യാത്ര തുടങ്ങുന്നത്. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ അമൃത് ഭാരത് വർക്ക് ഒരുപാട് നടന്നു കഴിഞ്ഞു. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണുമ്പോൾ ഇവിടെ ഈ ടൈൽസൊന്നും വിരിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ എന്തോ പുതിയ കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്, കോൺക്രീറ്റിംഗ് ഒക്കെ നടക്കുന്നുണ്ട്. ഇതാണ് ഇപ്പോഴത്തെ അങ്ങാടിപ്പുറം സ്റ്റേഷൻ്റെ ഫ്രണ്ട് എലിവേഷൻ എന്ന് പറയുന്നത്. നല്ല അടിപൊളിയായിട്ടുണ്ട്, നല്ല ഭംഗിയുണ്ട്. ഇതിൻ്റെ ഒരു ഫോട്ടോ ഇന്നത്തെ മലയാള മനോരമ വന്നിട്ടുണ്ടായിരുന്നു. രാത്രി എടുത്തൊരു ഫോട്ടോ ആണ്. നല്ല ഭംഗിയുണ്ടായിരുന്നു ലൈറ്റൊക്കെ ഇട്ടിട്ട്. നമുക്കിനി ഒരു ദിവസം വന്ന് രാത്രി വന്നിട്ട് വീഡിയോ എടുക്കാം. അപ്പോൾ നമുക്കെന്നാൽ ഉള്ളിലേക്ക് പോകാം. നമ്മളിവിടുന്ന് ഷൊർണൂർക്കാണ് പോകുന്നത്. ഷൊർണൂർ നമ്മൾ 20633 വന്ദേ ഭാരത് എക്സ്പ്രസ്സിന് കയറി തിരുവനന്തപുരത്തേക്കാണ് ഇന്ന് പോകുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റേഷൻ ഉള്ളിലേക്ക് കയറാം. നമ്മളിപ്പോൾ ഇവിടുന്ന് 16325 നിലമ്പൂർ റോഡ് കോട്ടയം എക്സ്പ്രസ്സിന് കയറിയാണ് ഷൊർണൂർ പോകുന്നത്. നല്ല തിരക്കുണ്ടാവും. ഡോറ് കിട്ടിയാൽ മതിയായിരുന്നു, അത് മാത്രമേ എനിക്കൊരാഗ്രഹമുള്ളൂ. നമുക്കൊന്ന് സ്റ്റേഷൻ്റെ ഉള്ളിലേക്ക് കയറാം. സ്റ്റേഷൻ ഉള്ളിൽ കയറി ടിക്കറ്റൊക്കെ എടുക്കാം. ഇവിടുത്തെ പോർച്ചിൻ്റെയൊക്കെ വർക്ക് കഴിഞ്ഞു. ടിക്കറ്റിംഗ് കൗണ്ടറൊക്കെ വർക്ക് നേരത്തെ കഴിഞ്ഞായിരുന്നു. നമുക്ക് ജസ്റ്റ് ഉള്ളിൽ കയറി ഇപ്പോൾ ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ പ്ലാറ്റ്ഫോം ഇടാം. ഇവിടെ ഒരു പുതിയ ഡിസ്പ്ലേ ബോർഡൊക്കെ വന്നിട്ടുണ്ട്. ഇത് പുതിയതാണ്. പ്ലാറ്റ്ഫോം നമ്പർ 2 വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കെന്നാൽ ഉള്ളിലേക്ക് കയറാം. നമ്മുടെ ട്രെയിനിൽ നിന്ന് പ്ലാറ്റ്ഫോം നമ്പർ 2 പുറപ്പെടാൻ അനൗൺസ്മെൻറ്റ് വന്നു. എന്തുകൊണ്ട് 1 എനിക്ക് 1 പ്ലാറ്റ്ഫോമിൽ വർക്ക് നടക്കുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ നിന്ന് ഇതൊരു എക്സ്പ്രസ് ട്രെയിൻ ആയതുകൊണ്ട് ഷൊർണൂർക്ക് 30 രൂപയാണ് ടിക്കറ്റ്. ഞാൻ UTS വഴി ടിക്കറ്റ് എടുക്കാമെന്നൊക്കെ ആയിരുന്നു വിചാരിച്ചത്. പക്ഷേ നമ്മുടെ കഷ്ടകാലം എന്ന് പറയണമല്ലോ. കറക്റ്റ് ആ സമയത്ത് UTSൽ പാസ്വേഡ് അടിച്ച് തെറ്റിപ്പോയിട്ട് ആപ്പ് ലോക്കായിപ്പോയി. അപ്പോൾ പിന്നെ നമ്മൾ കൗണ്ടറിൽ നിന്ന് മേടിച്ചു. സ്വരയിൽ വഴി എടുക്കാമായിരുന്നു, പക്ഷേ ഞാൻ കൗണ്ടർ വഴി എടുത്തേക്കാമെന്ന് വെച്ചു. നമ്മൾ പ്ലാറ്റ്ഫോം നമ്പർ 2 പ്ലാറ്റ്ഫോം നമ്പർ 2 നല്ല തിരക്ക് കയറാണ്ട്. ഇന്ന് ഫെബ്രുവരി 25 നാളെ ഫെബ്രുവരി 26 ശിവരാത്രി ദിവസമാണ്. ഇന്ന് എറണാകുളം ഭാഗത്തേക്ക് നല്ല തിരക്കുണ്ട്. നമുക്കെന്തായാലും ഒരു വാതിൽ കിട്ടിയാൽ മതി, വേറൊന്നും വേണ്ട. കാണുന്നതാണ് ഫുഡ് കോർപ്പറേഷൻ്റെ ഗോഡൗണ്. അതിന് ഉള്ളിലേക്കാണ് ഗോഡൗണ്. ഈ ലൈന് സാധാരണ രീതിയിൽ ഫുഡ് കോർപ്പറേഷനിലേക്ക് ലോഡ് ഇറക്കാൻ വരുന്ന ട്രെയിനുകൾക്ക് മാത്രമാണ് ഇവിടെ ഉപയോഗിക്കാറ്. പക്ഷേ ഇപ്പോഴത്തെ സൈഡിലൂടെ പ്ലാറ്റ്ഫോം കൂടി പണിയാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. ഇവിടെ നിറച്ച് പഴയ സെമി ഫോർവേഡ് ട്രക്കുകൾ കാണാം. ഒരു ടാറ്റ ഉലകം തന്നെയാണത്, നിറച്ച് ദൂരെ വരെ കാണാം. ഈ സൈഡിലോട്ട് പ്ലാറ്റ്ഫോമിൽ ഇങ്ങേ അറ്റത്തോട്ട് ഷെൽട്ടർ ഇല്ലാത്തതുകൊണ്ട് ആൾക്കാരൊക്കെ ഷെൽട്ടറിനകത്ത് കൂട്ടം കൂടി നിൽക്കുന്നുണ്ടോ. നല്ല വെയിലുണ്ട്. ഇന്ന് 36 ഡിഗ്രി 37 ഡിഗ്രി കണ്ടുണ്ട്. നല്ല അടിപൊളി ചൂടാണിന്ന്. നമ്മുടെ വണ്ടി ഇതാ കയറി വരുന്നുണ്ട്. വാപ്പ് 4 വാപ്പ് 1 കണ്ട കളറിൻ്റെ വാപ്പ് 4 പോലെ ഉണ്ട്. വാപ്പ് 1 ആണെങ്കിൽ കുറച്ചും കൂടി ഫെയ്ഡായിട്ടുണ്ടാവും. അത്ര ഫെയ്ഡല്ല, അതുകൊണ്ട് വാപ്പ് 4 ആണെന്ന് തോന്നുന്നു. എന്നാലും വണ്ടി ജസ്റ്റ് കയറി വരുന്നുണ്ട്. ഈ റൂട്ടിലെ ഏറ്റവും പോപ്പുലർ ട്രെയിനുകളൊന്നാണ്. സാധാരണ ടിക്കറ്റ് സ്ഥലം കിട്ടുന്നത് ഇമ്പോസിബിളാണ്. റിസർവേഷൻ കോച്ചുകളില്ല ഇതിന്. കുറച്ചധികം കാലമായിട്ട് റിസർവേഷൻ കോച്ചിനുള്ള ആവശ്യം ഉന്നയിക്കുന്നുണ്ടെങ്കിലും റെയിൽവേ ഇതുവരെ ഇതിന് റിസർവേഷൻ കോച്ച് ഇട്ട് തന്നിട്ടില്ല. ഈ വണ്ടിക്ക് ഒരു 2 കോച്ചുകൾ റിസർവേഷൻ തരണം. ഇതിനിപ്പോൾ 12 കോച്ചാണുള്ളത്. സുഖമായിട്ട് നമുക്ക് 16 കോച്ചുള്ള ട്രെയിനുകൾ ഈ റൂട്ടിൽ ഓടിക്കാം. ഇപ്പോൾ സത്യം പറഞ്ഞാൽ 2 റിസർവേഷൻ കോച്ചും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 14 ആവുന്നുള്ളൂ. അവർക്ക് സുഖമായിട്ട് റൂട്ടിൽ ഓടിക്കാം. പക്ഷെ എന്തുകൊണ്ടോ നമ്മുടെ റെയിൽവേസ് അത് ചെയ്യുന്നില്ല. വാപ്പ് 1 തന്നെയാണ്, വാപ്പ് 4 അല്ല. വാപ്പ് 1 ആണ്. 22020 ആണ് ലോക്കോ. ഈ റോഡ് ഡീസൽ ലോക്കോ ഷെഡിൻ്റെ. പ്രതീക്ഷിച്ച പോലെ തന്നെ നമുക്ക് സീറ്റൊന്നും കിട്ടിയില്ല. ഒരു ഡോറ് കിട്ടിയിട്ടുണ്ട്. വണ്ടി ജസ്റ്റ് പുറപ്പെടുന്നു. സ്റ്റാർട്ട് റാമ്പറാണ്. ആൾക്കാർ കയറാനുണ്ട് ഇനിയും. അതുകൊണ്ട് ഒന്ന് സ്ലോ ഡൗൺ ചെയ്ത് പിടിക്കുന്നുണ്ട്. ഈ കാണുന്നതാണ് പ്ലാറ്റ്ഫോം നമ്പർ 1. നമ്മൾ പ്ലാറ്റ്ഫോം 2 പുറപ്പെടുന്നത്. പ്ലാറ്റ്ഫോം 1 അവിടെ പ്ലാറ്റ്ഫോമിൽ വർക്ക് നടക്കുന്നുണ്ട്. ആ എഡ്ജിൻ്റെ സിമെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പ്ലാസ്റ്ററിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർ. പിന്നെ പ്ലാറ്റ്ഫോമിൽ പെയിൻറ്റിങ്ങും അങ്ങനെ എന്തൊക്കെയോ വർക്ക് നടക്കുന്നുണ്ട്. പിന്നെ ഇവിടെ പ്ലാറ്റ്ഫോമിൽ ഇനി ഫ്ലോറിങ്ങിൻ്റെ വർക്കും ഇവിടെ നടക്കുന്നുണ്ട്. ഇവിടെ കാണാൻ ഇവിടെ ഫ്ലോറിങ് ചെയ്യുന്നുണ്ട്. ഗ്രാനൈറ്റാണ് ഇടുന്നത്. ഇനിയും വഴുക്കലിൻ്റെ പൂരമായിരിക്കും ഇനി അങ്ങോട്ട്. ഇതിവിടെ ഫ്ലോറിങ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വർക്കുകളെല്ലാം കൂടി നടക്കുന്നതുകൊണ്ടായിരിക്കും നമ്മുടെ ട്രെയിനിൽ നിന്ന് പ്ലാറ്റ്ഫോം 2 എടുത്തതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ലൂപ്പിൽ നിന്ന് മെയിൻ ലൈനിലോട്ട് കയറുന്നു.
കാണുന്നതാണ് വിഖ്യാതമായ അങ്ങാടിപ്പുറം മേൽപ്പാലം. ട്രാഫിക് ബ്ലോക്കിന് മലബാറിൽ തന്നെ പേര് കേട്ടൊരു ഒരു മേൽപ്പാലമാണിത്. പാലത്തിന് തീരെ വീതിയില്ല. ഹൈവേക്ക് മറ്റേ സൈഡിൽ 4 ലൈനും ഈ പാലം എത്തുമ്പോൾ സഡനായിട്ട് 2 ലൈൻ ആവുകയും ചെയ്യുന്നതിൻ്റെ ഒരു പ്രശ്നമാണ്. ഇതാണ് ചെറുകര സ്റ്റേഷൻ. ഈ വണ്ടിക്ക് ഇവിടെ എവിടെയും സ്റ്റോപ്പില്ല. ഈ വണ്ടിക്ക് അങ്ങാടിപ്പുറം വിട്ടാൽ പിന്നെ ഷൊർണൂർ മാത്രമേ സ്റ്റോപ്പുള്ളൂ. കുലുക്കലിലെ പുതിയ ക്രോസിംഗ് സ്റ്റേഷൻ്റെ ഭാഗമായിട്ട് ലാൻഡ് ലെവലിംഗ് ആണത്. ഈ പണിയെന്തെങ്കിലും 22 കോച്ചസിന് പണിതാൽ കൊള്ളാമായിരുന്നു. കാരണം ഫ്യൂച്ചറിൽ ഈ റൂട്ടിലെ ട്രെയിനുകൾ നീളം കൂടുതലല്ലോ എന്തായാലും. നമ്മളിപ്പോൾ ജസ്റ്റ് വല്ലപ്പുഴ സ്റ്റേഷൻ വഴി റൺ ചെയ്യും. നമ്മളിതാ മെയിൻ ലൈൻസിനടുത്തെത്തി. ആ കാണുന്നതാണ് മംഗലാപുരം മെയിൻ ലൈൻ. ഈ പ്രദേശം മുഴുവൻ നമ്മളൊരു ജൂൺ ജൂലൈയിലൊന്ന് നിറച്ചു പച്ച കളറിൽ അതിൻ്റെ ഭംഗിയിട്ട് കിടക്കുന്ന പ്രദേശമാണ്. ഇപ്പോഴും സമ്മർ വളരെ നേരത്തെയാണ്. ഫെബ്രുവരി 25 നല്ല ചൂടായി കഴിഞ്ഞു. 36 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ ആയി കഴിഞ്ഞു. അപ്പോൾ അതാണ് മെയിൻ ലൈന്. കുറച്ച് നേരം കിടന്നിട്ട് നമ്മൾ ജസ്റ്റ് പുറത്തോട്ട് ഇറങ്ങുന്നു. ഏതൊരു ട്രെയിൻ ഓപ്പോസിറ്റ് ലൈനിലുണ്ട്. ഒരു ഹോണടിയൊക്കെ ഉണ്ട്. ഒരു ബാപ്പ് 4 ഹോളിൽ ട്രെയിൻ വരുന്നുണ്ട്. ടു 527 അരക്കോണത്തിൻ്റെ.
കോയമ്പത്തൂർ കണ്ണൂർ എക്സ്പ്രസ് ആണ്. ആ കാണുന്നതാണ് ഷൊർണൂരിലെ പിറ്റ് ലൈൻ. ഈ കോച്ച് കിടക്കുന്നില്ലേ, ഇതാണ് ഷൊർണൂരിലെ പിറ്റ് ലൈന്. അവിടെ പാസഞ്ചറിൻ്റെ റേക്ക് മെയിൻ്റനൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പ്ലാറ്റ്ഫോം നമ്പർ 6-ലേക്കാണെന്ന് തോന്നുന്നു പോകുന്നത്. അതെ, 6-ലേക്കാണ് പോകുന്നത്. ഇവിടെ 2 റൂട്ടിംഗ് ഹോം സിഗ്നൽസ് കാണാം. റൈറ്റ് സൈഡിലത്തെ റൂട്ടിംഗ് ഹോം സിഗ്നലാണ് 7-ലേക്കൊക്കെ പോകാൻ. നമുക്ക് 6-ലേക്കാണ്. അപ്പോൾ നമ്മളങ്ങനെ ഷൊർണൂരിലേക്ക് കയറുന്നു. ഈറോഡ് ഷെഡ് തന്നെയാണ്. 37036 ആപ്സാണ്. അത് LTTയിലേക്കുള്ള നേത്രാവതി എക്സ്പ്രസ് ആണ്. നമ്മുടെ ഈ ട്രെയിനിലോട്ട് കയറാനുള്ള ഭീകര തിരക്കാണ് ഈ കാണുന്നത്. അപ്പം നമ്മളങ്ങനെ ഷൊർണൂരെത്തി. നമ്മളിവിടെ വരെ എത്തിച്ച ക്രൂ ഇറങ്ങിപ്പോകാൻ പുതിയ ക്രൂ കയറുകയും ചെയ്തു. അപ്പുറത്തുനിന്ന് മാംഗ്ലൂർ കോയമ്പത്തൂർ ഫാസ്റ്റ് പാസഞ്ചർ, പഴയ ഫാസ്റ്റ് പാസഞ്ചർ ഇപ്പോൾ 16324 ഇറങ്ങിപ്പോകുന്നു. ഇതാണ് ഷൊർണൂരിൽ നമ്മൾ വന്നിറങ്ങിയ പ്ലാറ്റ്ഫോം. നമുക്ക് പ്ലാറ്റ്ഫോം 1 വഴി ഒന്ന് പുറത്ത്, നമുക്ക് 5:30ക്കാണ് നമ്മുടെ അടുത്ത ട്രെയിൻ. നമുക്ക് പ്ലാറ്റ്ഫോം 1 വഴി ഒന്ന് പുറത്ത് പോയിട്ട് ഒരു നല്ല ചായ കുടിച്ചിട്ട് തിരിച്ചു വരാം. ആണ് ഷൊർണൂർ സ്റ്റേഷൻ്റെ വർക്കിൻ്റെ സ്റ്റാറ്റസ്. ഷൊർണൂർ സ്റ്റേഷൻ്റെ ഫ്രണ്ട് എലിവേഷൻ്റെ വർക്ക് ഏറെക്കുറെ ആയിക്കഴിഞ്ഞു. അങ്ങോട്ട് ഇതുവരെ വണ്ടികൾ ഇപ്പോഴും കടത്തിവിട്ട് തുടങ്ങിയിട്ടില്ല. അവിടെ വഴി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും വണ്ടികൾ കടത്തിവിട്ട് തുടങ്ങിയിട്ടില്ല. ഇവിടെ നല്ലൊരു ബസ് ബേ ഉണ്ടാക്കാമായിരുന്നു. ബസ് റോഡ് നടക്കാൻ നിൽക്കുന്നത്. ഇതാണ് സ്റ്റേഷൻ്റെ എൻട്രൻസ് ഭാഗമൊക്കെ അവർ കംപ്ലീറ്റ് ചെയ്ത് അവിടുത്തെ ടിക്കറ്റ് കൗണ്ടേഴ്സൊക്കെ വീണ്ടും ഓപ്പൺ ചെയ്തു. ഇവിടെ പഴയ ടിക്കറ്റ് കൗണ്ടറിന് വേണ്ടി ഒരു എൻട്രൻസ് ഉണ്ടായിരുന്നൊക്കെ അവർ അടച്ച് പഴയ സ്ഥലത്തേക്ക് തന്നെ കൊണ്ടുപോയി. ഇതാണ് ഷൊർണൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ. നമുക്കന്ന് ഉള്ളിലേക്ക് പോവാം. നമ്മുടെ ട്രെയിനിൻ്റെ പ്ലാറ്റ്ഫോം ഡീറ്റെയിൽസ് വല്ലതും ഉണ്ടോ നോക്കാം. ഇതാണ് സ്റ്റേഷൻ്റെ എൻട്രൻസ്. ഇപ്പുറത്ത് ടിക്കറ്റ് കൗണ്ടേഴ്സ്, ഇപ്പുറത്തും ടിക്കറ്റ് കൗണ്ടേഴ്സാണ്. നമ്മുടെ ട്രെയിനിൻ്റെ പ്ലാറ്റ്ഫോം നമ്പർ ഇട്ടിട്ടില്ല, പക്ഷേ കോച്ച് പൊസിഷൻ ഇട്ടിട്ടുണ്ട്. 20633 ഞാൻ C2-ലാണ്. അപ്പോൾ 19ാമത്തെ കോച്ചാണ് ഇട്ടിട്ടുണ്ട്. നമുക്കന്ന് എവിടെയെങ്കിലും ഫാനിൻ്റെ അടിയിൽ വല്ല ഇരിക്കാം. സമയം ഇപ്പോൾ 5:22. നമ്മുടെ ട്രെയിൻ 5 മിനിറ്റ് ലേറ്റായിട്ട് പ്ലാറ്റ്ഫോം നമ്പർ 5-ൽ വരും എന്ന അനൗൺസ്മെൻ്റ് വന്നു. മെയിൻ പ്ലാറ്റ്ഫോം നമ്പർ 4-ലേക്ക് ഒരു വാഗൺ ആൻഡ് ഹോൾഡ് ഫ്രൈറ്ററും കയറുന്നു. അപ്പോൾ പുറപ്പെടുകയായി. വന്ദേ ഭാരത് ഞാൻ സാധാരണ 4-ലാണ് കണ്ടിട്ടുള്ളത്. ഇന്നിപ്പോൾ 5 അനൗൺസ് ചെയ്തിരിക്കുന്നത്. മാറുപോകുമെന്ന് അറിയില്ല. എന്തായാലും 4ഉം 5ഉം ഒരേ ഐലൻഡാണ്. ഞാനത് ജസ്റ്റ് ഒരു കാര്യം ശ്രദ്ധിച്ചു. ഇവിടെ പ്ലാറ്റ്ഫോമിനകത്ത് തന്നെ സ്റ്റാർട്ടർ നിൽക്കുന്നുണ്ടോ? അതാണ് ഈ ലൈനിൻ്റെ സ്റ്റാർട്ടർ. അത് കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് മാറി ഒരു സ്റ്റാർട്ടറും കൂടെ ഉണ്ട്. പക്ഷേ അവിടെ വരെ ട്രെയിനുകൾ പോയി നിൽക്കാറില്ല. ഇവിടെ ഈ സ്റ്റാർട്ടറിലാണ് വണ്ടികൾ നിൽക്കുന്നത്. ഇവിടെ താഴോട്ട് ഇറങ്ങുന്ന ഒരു സ്ലോപ്പ് ഉണ്ടായിരുന്നു. സ്ലോപ്പും ഇവിടെ നിന്ന് അങ്ങോട്ട് ഒരു ട്രോളി പാത്ത് വഴി നമുക്ക് അപ്പുറത്തെ ട്രാക്കിലോട്ട് പോകാൻ പറ്റുമായിരുന്നു. അവർ ആ സ്ലോപ്പും ട്രോളി പാത്തൊക്കെ അവരെടുത്ത് കളഞ്ഞു. പിന്നെ ആ ട്രോളി പാത്തൊക്കെ പൊളിച്ചു കളഞ്ഞിട്ട് അവർ സാധാരണ ബല്ലാസ്റ്റ് ആക്കിയിട്ടുണ്ട്. ഈ ഒരു വ്യത്യാസം വന്നിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള ട്രോളി പാത്തി പില്ലാണ്ടാക്കി. അപ്പുറത്തെ പ്ലാറ്റ്ഫോം നമ്പർ 2-ന് നീളം കൂട്ടാൻ തോന്നുന്നു. അങ്ങോട്ട് എക്സ്ട്രാ നീളത്തിൽ പണിത് വെച്ചിട്ടുണ്ട്. നീളം കൂട്ടുകയാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. 6 മണിക്ക് നിലമ്പൂരിലേക്ക് പോകുന്ന പാസഞ്ചറാണ് 22890. അരക്കോണത്തിൻ്റെ വാപ്പ് 4 ആണ് എൻ്റെ ലോക്കോ. നമ്മുടെ നിലമ്പൂർ പാസഞ്ചറിൻ്റെ LP വന്ന് ഇവിടെ ലോക്കോ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അതെനിക്ക്
എന്താ സംഭവം എന്നറിയില്ല. അതിനകത്ത് നല്ലോണം വെള്ളം വന്നു. എനിക്കൊന്നും മറ്റേ മോയ്സ്ചർ ഇതല്ലായിരിക്കും. എന്തായാലും അതൊക്കെ ക്ലിയർ ചെയ്ത് പുള്ളി പോകുന്നു. ലോക്കോൻ്റെ ഫ്രണ്ടിലെ ഗ്ലാസ് കഴുകുന്നുണ്ടോ? അവിടെ നിന്ന് അടിച്ചിട്ട് വൈപ്പർ ഓൺ ചെയ്ത് വിടുകയാണ് ചെയ്യുന്നത്. വൈപ്പർ ഓൺ ചെയ്ത് വിടുക ചെയ്തത്. നമ്മുടെ വണ്ടി കുറച്ച് ലേറ്റാണ്. 5:35, 5:28 ഇവിടെ എത്തേണ്ടതായിരുന്നു. ഇപ്പോൾ ട്രെയിൻ കാരക്കാട് എത്തി എന്നാണ് വേറിസ്മൈ ട്രെയിനിൽ നിന്നും കിട്ടുന്ന ഇൻഫർമേഷൻ. പിന്നീട് അപ്പുറത്തെ സൈഡിൽ നിന്ന്, തൃശ്ശൂർ സൈഡിൽ നിന്ന് ജാംനഗർ തിരുനെൽവേലി എക്സ്പ്രസ് ജസ്റ്റ് കയറി വരുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് എനിക്കല്ല, അങ്ങ് ദൂരെയാണ്. അത് ജസ്റ്റ് ഉള്ളിലോട്ട് കയറി വരുന്നുണ്ട്. അതും ലേറ്റാണ്. അത് ഏകദേശം അരമണിക്കൂറിന് മേലെ ലേറ്റാണത്. മീൻവേൽ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് നമ്മുടെ നിലമ്പൂർ പാലക്കാട് പാസഞ്ചർ കയറി വരുന്നുണ്ട്. ജാംനഗറും വന്നു. 39257 വഡോദരയുടെ ലോക്കമാണ്. 39257 ജാംനഗർ തിരുനെൽവേലി എക്സ്പ്രസ്. ഇപ്പോഴത്തെ പാലക്കാട് പാസഞ്ചർ 1-ലേക്കാണ് തോന്നുന്നു പോകുന്നത്. വാപ്പ് 1 22023 ആണ് ലോക്കോ. ഇതാണ് നമ്മുടെ നിലമ്പൂർ റോഡ് പാലക്കാട് പാസഞ്ചർ. ഈ വണ്ടി ഒരുപാട് പ്രാവശ്യം നമ്മുടെ ചാനൽ നമ്മൾ കാണിച്ചിട്ടുണ്ട്. അത് ജസ്റ്റ് പ്ലാറ്റ്ഫോം നമ്പർ 1-ലേക്കാണ് തോന്നുന്നു പോകുന്നു. 1ആണോ 2ആണോന്ന് മനസ്സിലാവുന്നില്ല. അത് ജസ്റ്റ് കയറി പോയിക്കൊണ്ടിരിക്കുന്നു. മീൻവൈൽ ഇപ്പുറത്തും നമ്മുടെ വന്ദേ ഭാരത് ഇതാ വരുന്നു. എൻ്റെ സീറ്റങ്ങ് 19ാമത്തെ കോച്ചിലാണ്. ഞാൻ ഈ ബാക്കിൽ വന്ന് നിൽക്കുന്ന സത്യം പറഞ്ഞാൽ എൻട്രി പിടിക്കാൻ വേണ്ടി മാത്രമാണ്. അതിനുവേണ്ടി മാത്രം ഈ വിഷ്വൽസ് ഞാൻ ഫോണിലാണ് ക്യാപ്ചർ ചെയ്യുന്നത്, ക്യാമറയിലല്ല. അപ്പോൾ ഇതാണ് നമ്മുടെ 20 കാർ വന്ദേ ഭാരതിലെ ആദ്യത്തെ റൈഡ്. നമ്മൾ ഇതിനു മുമ്പ് 16 കാറിൽ 8 കാറിൽ ട്രാവൽ ചെയ്യുന്നുണ്ട്. 20 കാറിൽ നമ്മൾ ആദ്യമായിട്ടാണ്. ആ 20 കാർ റൈഡ് നമ്മുടെ കേരളത്തിൽ വന്ദേ ഭാരതിൽ തന്നെ ആയതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഭയങ്കര എക്സൈറ്റഡ് ആണ് ഞാൻ ഈ യാത്രയെപ്പറ്റി. ജസ്റ്റ് നമ്മുടെ വണ്ടി ഉള്ളിലോട്ട് കയറി വരുന്നുണ്ട്. നമ്മൾ 20 കാർ വന്ദേ ഭാരത് ജസ്റ്റ് ഷൊർണൂർ ജംഗ്ഷനിലേക്ക് കയറി വരുന്നു. ഞാൻ പതുക്കെ ഫ്രണ്ടിലേക്ക് നടക്കട്ടെ. C2 19th കോച്ചാണ് നമ്മുടെ. നമുക്കെന്നാൽ പതുക്കെ അങ്ങോട്ട് നടക്കാം. C2 എന്ന് പറയുമ്പോൾ മോട്ടോർ കോച്ച് ആയിരിക്കണം. 20 കാർ വന്ദേ ഭാരതാണ്. പ്ലാറ്റ്ഫോമിലോട്ട് കയറി വരാൻ കൂടുതൽ സമയം എടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു. കാരണം പോയിൻറ്റ്സൊക്കെ കടന്നു വേണമല്ലോ വരാൻ. C4 C2 മോട്ടോർ കോച്ചാണ് വിചാരിച്ച പോലെ തന്നെ. ഞാൻ പറഞ്ഞില്ല, കറക്റ്റ് പൊസിഷനിൽ വന്നില്ല. കുറച്ച് അപ്പുറത്തോട്ട് മാറിയാണ് വന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ കോച്ച്. നമ്മുടെ സീറ്റ് 64ആണ്. അപ്പുറത്തെ സൈഡിൽ കൂടെ നമുക്ക് കയറാം. ഈ കാണുന്നതാണ് നമ്മുടെ കോച്ച്. ജസ്റ്റ് ഡോർ ഓപ്പണായി. 242613 കോച്ച് നമ്പർ. അപ്പുറത്തെ സൈഡിൽ കൂടെ കയറാം. കാരണം എൻ്റെ സീറ്റ് 64ആണ്. അപ്പോൾ അപ്പുറത്തെ സൈഡിൽ വരും. ഈ ഡോറിനടുത്ത് വരും. ഈ ഡോർ വഴി ഉള്ളിലേക്ക് കയറിയേക്കാം. മുദ്ര ശ്രദ്ധിക്കണം. 178 എഴുതിൻ്റെ ആരോ 78 1-ലേക്കാണ്. അപ്പോൾ ഇപ്പുറത്തെ സൈഡിലാണ് നമ്മുടെ കോച്ച്. വെസ്റ്റേൺ ടോയ്ലറ്റിൻ്റെ ഇൻറ്റീരിയേഴ്സാണ്. നല്ല ക്ലീനാണ്. അടിപൊളിയാണ്. സമയം 5:47. ഡോർ അടഞ്ഞു കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇവിടുന്ന് വിട്ടാൽ മതി. ജസ്റ്റ് ഷൊർണൂരിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുന്നു. ജാംനഗർ എക്സ്പ്രസ്സും പുറപ്പെടുന്നു. ഗാർഡ് കൊടിയും കൊണ്ട് റെഡ് ആയിട്ട് നിൽക്കുന്നു. ഷൊർണൂരിൽ വിടുന്നതിന് മുന്നേ നമ്മുടെ വാട്ടർ ബോട്ടിലെത്തി.
20 കോച്ച് ട്രെയിനല്ല കണ്ടോ, നീണ്ട് നിവർന്ന് കിടക്കുന്നതാണ് നമ്മുടെ റേക്ക്. അപ്പോൾ നമ്മൾ ഭാരതപ്പുഴയ്ക്ക് കുറുകെയുള്ള പാലത്തിലോട്ട് ജസ്റ്റ് കയറി. ഇവിടെ 3ാമത്തെ പാലത്തിൻ്റെ വർക്കൊന്നും കാണാനില്ല. ഇപ്പോൾ തൊട്ടടുത്ത് നടക്കാനുള്ളൊരു പാത്ത് വന്നിട്ടുണ്ട്, അതല്ലാണ്ട് വേറൊന്നും കാണാനില്ല ഇവിടെ. മീൻവെൽ നമ്മുടെ ഈവനിങ് സ്നാക്ക് എത്തിക്കഴിഞ്ഞു. ഇതിനകത്ത് ഒരു കേക്കുണ്ട്, ക്രീം ബണ്ണുണ്ട്, നമ്മുടെ പതിവ് സാധനം ലൈറ്റ്സ് ഇവിടെ ഉണ്ട്, ടീ കിറ്റുണ്ട്, അതാ ചൂടുവെള്ളം വന്നു, ബിക്കാജി പ്രീമിയം പീനട്ട് ചിക്കി ഉണ്ട്, സാനിറ്റൈസറുണ്ട്, അതിനകത്തൊരു പരിപ്പുവടയുണ്ട്. ഇത് തേർഡ് ലൈനിൻ്റെ പ്രിപ്പറേറ്ററി വർക്കാണെന്ന് തോന്നുന്നു. ഇവിടെ ലാൻഡ് ക്ലിയർ ചെയ്തിരിക്കുന്നത്. ജയന്തി ജനത എക്സ്പ്രസ് ആണ്, കന്യാകുമാരി പൂനെ എക്സ്പ്രസ്. ലല്ലഗുഡയുടെ വ്യാപ്സാനായിരുന്നു നമുക്ക്. റെയിൽവേ പരിപ്പോടൊക്കെ കട്ടി കൂടുതലാണ്. നമ്മൾ സാധാരണ കടകളിലൊക്കെ കിട്ടുന്ന പരിപ്പോടൊക്കെ കട്ടി കുറവായിരിക്കും, നല്ല ക്രിസ്പായിരിക്കും. ഇതിന് നല്ല കട്ടിയുണ്ട്, നല്ല കട്ടിക ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ഒത്തിരി ക്രിസ്പ്നെസ് കുറവുണ്ട്, സ്വാദ് കൊള്ളാം. ഇന്ന് ഉത്രാളിക്കാവിലെ പൂരമാണ്. നമ്മളിപ്പോൾ ജസ്റ്റ് ഉത്രാളിക്കാവ് പാസ് ചെയ്യും. ഇവിടെ പൂരത്തോടനുബന്ധിച്ച് ട്രാക്ക് നിറച്ച് യാത്രക്കാരുണ്ടാവും, അതുകൊണ്ടാണ് ട്രെയിൻ സ്ലോ ആയിട്ട് പോകുന്നത്. ഇതൊക്കെ പൂരപ്രേമികളാണ് ഈ ട്രാക്കിൽ കൂടെ നടക്കുന്നത്. ഇവിടെ കാണാം നമുക്ക് പൂരത്തിൻ്റെ അറേഞ്ച്മെൻ്റൊക്കെ. കേരള എക്സ്പ്രസ് ആയിരുന്നു. നമ്മൾ ജസ്റ്റ് തൃശ്ശൂർ സ്റ്റേഷനിലോട്ട് പ്രവേശിക്കുന്നു. നമ്മൾ പ്ലാറ്റ്ഫോമിൻ്റെ ഏറ്റവും പുറകിലാണ് ഇരിക്കുന്നത്.
ദർവാസയൊക്കെ ബന്ധായി കഴിഞ്ഞു, വണ്ടി പുറപ്പെട്ട് കഴിഞ്ഞു. സമയം 6:24. ഇവിടെ അരക്കോണത്തിന് 25023 കിടക്കുന്നു, ബാക്ക് 4. ഇത് ആലപ്പുഴ ചെന്നൈ സെൻട്രൽ എക്സ്പ്രസ് ആണ്, സൂപ്പർ ഫാസ്റ്റ്. കൊല്ലൂർ സ്റ്റേഷനാണ്, നമ്മളെ ലൂപ്പിലേക്ക് വിട്ടിരിക്കുകയാണ്. ഇവിടെ മെയിൻ ലൈനിലൊരു ഫ്ലൈറ്റ് കിടക്കുന്നുണ്ട്, കാസിപ്പേട്ടിന് 31868 LV ബോർഡ്. ഇപ്പോൾ ബാങ്കർ ലോക്ക് വരുന്നത്. ഫ്രണ്ടിലോട്ടൊരു BOXN ലോഡാണ്, ലോഡഡ് ആയിരിക്കും, അല്ലെങ്കിൽ പിന്നെ ബാങ്കറിൻ്റെ ആവശ്യമില്ലല്ലോ. ഇപ്പോൾ തന്നെ ലൈറ്റിലെ റിഫ്ലക്ഷൻസ് ആയിക്കഴിഞ്ഞു മുഴുവൻ. Coffee, tea services on board. 38829 വാഗണനായിരുന്നു. ആലുവ സ്റ്റേഷൻ വഴിയുള്ള റൺ ത്രൂ ആണ്. നമ്മൾ നേരത്തെ യാത്ര ചെയ്ത നിലമ്പൂർ കോട്ടയം എക്സ്പ്രസ് ആണ്. എറണാകുളം ടൗൺ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മുടെ എറണാകുളം നോർത്ത് സ്റ്റേഷൻ. ഒന്ന് ജസ്റ്റ് ഇറങ്ങിയിട്ട് കയറാം. നമ്മുടെ കോച്ചിലേക്ക് ഒരുപാട് പേരൊന്നും ഇറങ്ങാനും കയറാനും ഇല്ല. ബാക്കി കോച്ചുകളിലൊക്കെ അത്യാവശ്യമുണ്ട്, ഒരുപാട് ദൂരെ പോകുന്നില്ല. നമ്മുടെ കോച്ചിലൊക്കെ 3-4 പേരെ കയറാണ്ടായിരുന്നുള്ളൂ. തൊട്ടപ്പുറത്തെ കോച്ച് കത്തണം. എനിക്കൊന്നും എറണാകുളം കോട്ടേക്കാൾ ഇപ്പോൾ മുന്നിലുള്ള കോച്ചുകളിലൊക്കെ ആയിരിക്കും. അത്യാവശ്യം നല്ലോണം ആൾക്കാർ ഫ്രണ്ടിൽ ഇറങ്ങാനുണ്ട്. നമ്മൾ ഡിന്നർ ഇവിടെ നിന്നാണ് ലോഡ് ചെയ്യുന്നത്. കാറ്ററിങ്ങിൻ്റെ ആളിതാ പുറത്ത് ഇറങ്ങിയതാ നമ്മുടെ ഡിന്നർ കയറ്റാൻ പോകുന്നു. ആ പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സാണ് നമ്മുടെ ഡിന്നർ. അപ്പോൾ നമ്മൾ ഡിന്നർ ഇവിടുന്ന് ലോഡ് ചെയ്യും. അത് കണ്ടോ, വന്ദേ ഭാരത് എക്സ്പ്രസ് കാസർഗോഡ് ട്രിവാൻഡ്രം C1 ഇവിടെ വരുന്ന എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനത്തെ മാർക്കിംഗ് ഒക്കെ നല്ലതാണ്. കാര്യം എന്തായാലും ഇതിന് കോച്ച് പൊസിഷൻ മാറൊന്നുമില്ലല്ലോ. അങ്ങനെ എറണാകുളത്ത് അവിടെ സമയം ഇപ്പോൾ 7:30, 1930 hours. അങ്ങനെ നമ്മൾ എറണാകുളം ടൗണിൽ നിന്ന് പുറപ്പെട്ടു. ഈ 15 താമസം നമ്മുടെ ഫുഡ് സെർവിങ് സമയം 7:30 ഇനിയിപ്പോൾ വലിയ താമസത്തിലാണ് നമ്മുടെ ഫുഡ് സെർവിങ്. കാരണം കോട്ടയംകാർക്കും ഡിന്നറുണ്ട്, അപ്പോൾ അവർക്കും ഫുഡ് സെർവ് ചെയ്ത് തീർക്കണമല്ലോ. മിക്കവാറും നമ്മുടെ ഫുഡ് ഇപ്പോൾ സെർവ് ചെയ്യും. അപ്പം നമ്മളങ്ങനെ എറണാകുളം ടൗൺ സ്റ്റേഷനിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങായി. ഇപ്പോൾ നമുക്ക് തിരിച്ച് സീറ്റിലോട്ട് ഇനിയിപ്പോൾ ഒന്നും കാണാനില്ല. അടുത്ത സ്റ്റോപ്പിന് കോട്ടയമാണ്. അതിനു മുമ്പ് നമ്മുടെ ഫുഡ് വരും. അപ്പോൾ ഫുഡൊക്കെ കാണാം. സമയം ഇപ്പോൾ ഏകദേശം 8 മണി ജസ്റ്റ് കഴിഞ്ഞ് നമ്മൾ ഡിന്നർ വന്നു. അപ്പോൾ ഭക്ഷണം പതിവ് തെറ്റിക്കാണ്ട് പനീറുണ്ട്, ദാളുണ്ട്, റൈസുണ്ട്,
ചപ്പാത്തി ഉണ്ട്, ചപ്പാത്തി 3 2 ചപ്പാത്തി ഉണ്ട്, മിൽമയുടെ കേടുണ്ട്, ഒരു അച്ചാറുണ്ട്, മിക്സ്ഡ് പിക്കിളുണ്ട്, പിന്നെ ടിഷ്യൂ പേപ്പറും മറ്റേ സ്പൂണും ഒക്കെ ഉണ്ട്. ഇതൊക്കെയാണ് ഫുഡിൽ വന്നത്. നമ്മുടെ പനീർ കറിയുടെ ടേസ്റ്റ് നോക്കിയേക്കാം. പനീർ കറിയുടെ ടേസ്റ്റ് നോക്കുമ്പോൾ കഴിഞ്ഞാൽ പച്ച തക്കാളിയുടെയും സവാളയുടെയും അതുപോലെ പ്രത്യേകിച്ച് ടേസ്റ്റൊന്നുമില്ലായിരുന്നു. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു. റൈസിൻ്റെ ക്വാളിറ്റി തീരെ കുറവായിരുന്നു. 2 ചപ്പാത്തി ഉണ്ടെങ്കിലും റൈസ് തീരെ കുറവായിരുന്നു. നമ്മൾ റൈസ് ഈറ്റേഴ്സ് ആണല്ലോ. ഐസ്ക്രീം കൊണ്ടുവന്നിട്ട് കഴിച്ചുകൊണ്ട് നമുക്ക് ഐസ്ക്രീം വന്നു. മിൽമയുടെ ഐസ്ക്രീമാണ്. ആൻഡ് ഫോർ എ ചേഞ്ച് ബട്ടർ സ്കോച്ചാണ്. ഇപ്പം നമ്മൾ ജസ്റ്റ് കോട്ടയത്തേക്ക് എത്തുന്നു. അപ്പോൾ നമ്മളങ്ങനെ കോട്ടയത്ത് എത്തിയ സമയം 8:31. നമ്മൾ പ്ലാറ്റ്ഫോമിൻ്റെ ഏറ്റവും റിയർ എൻഡിലാണ് എല്ലാ സ്ഥലത്തും വരുന്നത്. അപ്പോൾ ഗാർഡ് അവിടെ നോക്കുന്നുണ്ട്. ആ കിടക്കുന്ന റേക്ക് നേരെ വന്ന നാഗർകോവിൽ കോട്ടയം പാസഞ്ചറാണ്. അതിനി പിന്നീട് നാളെ രാവിലെ കോട്ടയം നിലമ്പൂർ എക്സ്പ്രസ് ആയിട്ട് നിലമ്പൂർക്ക് പോകും. നമ്മൾ കോട്ടയത്തു നിന്ന് പുറപ്പെടുന്നു. സമയം 8:32 31 വന്നത്. 32 ഡോർ അടഞ്ഞു കഴിഞ്ഞു. ഇതിന് പിന്നെ എല്ലാം വളരെ പെട്ടെന്നാണ്. 2 മിനിറ്റും കഴിഞ്ഞു. 8:32 തന്നെ വണ്ടി ഇറങ്ങി തുടങ്ങി. അങ്ങനെ നമ്മൾ കോട്ടയത്തു നിന്ന് പുറത്തേക്ക് ഇറങ്ങി. ഇനി നമുക്ക് അടുത്ത സ്റ്റോപ്പ് ചെങ്ങന്നൂരാണ്. ചെങ്ങന്നൂർ എനിക്ക് അധികം കാലമായിട്ടില്ല ചെങ്ങന്നൂർ സ്റ്റോപ്പ് വന്നിട്ട്. ഇപ്പോൾ ഇങ്ങനെ 1 വർഷത്തിനടുത്തായും തോന്നുന്നു ചെങ്ങന്നൂർ സ്റ്റോപ്പ് വന്നിട്ട്. അപ്പോൾ അങ്ങനെ കോട്ടയം കഴിഞ്ഞു. ഞാൻ പറയാനിറങ്ങിയില്ല. സ്റ്റേഷനൊക്കെ ഉണ്ട്. സ്റ്റേഷനൊക്കെ അത് ഓപ്പൺ ബസ്സസ് 8:59 ചെങ്ങന്നൂരിലെത്തി. ഇവിടെ അത്യാവശ്യം ആൾക്കാർ ഇറങ്ങാനുണ്ട്. അതുകൊണ്ട് ഞാൻ പുറത്തോട്ട് ഇറങ്ങിയത്. ആൾക്കാർ ഇറങ്ങിക്കഴിഞ്ഞിട്ട് കയറാമെന്ന് വെച്ചു. നമ്മൾ ഈ ഏറ്റവും പുറകിലത്തെ കോച്ചാകൊണ്ടുള്ള ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്ലാറ്റ്ഫോംസിലോട്ടൊന്ന് കയറുന്നൊന്നും കാണാൻ പറ്റില്ല. നമ്മൾ ഓൾമോസ്റ്റ് പ്ലാറ്റ്ഫോമിൻ്റെ പുറത്ത് തന്നെയാണ് എല്ലാ പ്രാവശ്യം. നമ്മൾ പുറപ്പെടുകയായി. സമയം 9 മണി. 1 മിനിറ്റ് അത്രേ ഉള്ളൂ സ്റ്റോപ്പ്. 1 മിനിറ്റ് നിർത്തുക വിടുക അങ്ങനെ ഒരു സ്റ്റൈലിൽ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതിൽ ആൾക്കാരൊക്കെ ഇറങ്ങി തീരുന്നുണ്ട്. ഇവിടെ നിന്ന് കാര്യമായിട്ട് ആരും കയറാനൊന്നുമില്ല. ഇവിടെയൊക്കെ ഇറങ്ങാൻ തന്നെയുള്ള ആൾക്കാർ. ശബരിമല തീർത്ഥാടകരുടെ സൗകര്യാർത്ഥമാണ് ഈ സ്റ്റോപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അത്യാവശ്യം ആളിറങ്ങാനുണ്ടായിരുന്നു അവിടെ. അപ്പോൾ ചെങ്ങന്നൂർ കഴിഞ്ഞ് അടുത്ത സ്റ്റോപ്പ് നമ്മുടെ കൊല്ലത്തേ ഉള്ളൂ. നമുക്ക് കൊല്ലം വരെ സ്റ്റോപ്പൊന്നുമില്ല. കായംകുളം സ്റ്റേഷൻ വഴിയുള്ള റൺ ത്രൂ ആണ്.
ഡിന്നറൊക്കെ കഴിഞ്ഞപ്പോൾ അവർ അഡീഷണലായിട്ട് കോഫി കച്ചവടക്കാർ വന്നു. നല്ല കോഫി മേടിച്ചു. കോഫിയും കൂടെ ഒരു ബിസ്ക്കറ്റും കൂടി 20 രൂപയ്ക്ക്. നല്ല പ്രൈസാണ്. മറ്റേ പ്രീമിക്സ് കോഫിയൊക്കെ നല്ല സാധനം. ഇത് കോണ്ടിനെൻ്റൽ ഇൻസ്റ്റൻറ്റ് കോഫിയും ഷുഗറും ഡയറി ക്രീമറുമാണ് വന്നിരിക്കുന്നത്. പ്രീമിക്സ് കോഫിയൊക്കെ സ്വാധീനമാണ്. നമ്മുടെ സീറ്റിന് ഒരു റിവ്യൂ തന്നില്ലായിരുന്നു. സാധാരണയുള്ള സീറ്റ് പോലെ തന്നെ, സാധാരണ സീറ്റ് പോലെ തന്നെയാണ്. ട്രേ ടേബിളുണ്ട്, പിന്നെ മാഗസീൻ പൗച്ച് ഉണ്ട്, അതിനകത്ത് വാട്ടർ ബോട്ടിൽ ഇരിക്കുന്നുണ്ട്. പിന്നെ താഴെ ഫുഡ് റെസ്റ്റിൻ്റെ അടുത്ത് പതിവ് പോലെ വാട്ടർ ബോട്ടിലുണ്ട്. ഫുഡ് റെസ്റ്റ് ഉണ്ട്. ഫുഡ് റെസ്റ്റ് ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ഫുഡ് റെസ്റ്റാണ്. ഇപ്പോൾ പതിവ് പോലെ തന്നെ സാധാരണ നമ്മുടെ പഴയ ട്രിവാൻഡ്രം വന്ദേ ഭാരതിലുണ്ടായിരുന്ന പോലത്തെ സീറ്റ് തന്നെയാണ്. പുതിയ വണ്ടിയിൽ പഴയ പോലെ തന്നെയാണ് സീറ്റ്. വലിയ വ്യത്യാസമൊന്നും വന്നിട്ടില്ല. നമ്മൾ ജസ്റ്റ് കൊല്ലം സ്റ്റേഷനിലേക്ക് എത്തുന്നത്. ഏതോ ഒരു ട്രെയിൻ ഇറങ്ങി പോകുന്നുണ്ട്. ഈ റിഫ്ലക്ഷൻ കാരണം ഒന്നും ക്ലിയറായിട്ട് കാണാൻ പറ്റുന്നില്ല. നമ്മളങ്ങനെ കൊല്ലം സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. സമയം ഇപ്പോൾ 9:51. അത്യാവശ്യം നല്ലോണം ആളിറങ്ങാനുണ്ട്. ഞാൻ പറഞ്ഞ നല്ലോണം ആൾക്കാർ ഇറങ്ങാനുണ്ട്. ഒരുപാട് പേര് ഇവിടെ ഇറങ്ങി. ഒരുപാട് നേരം കിടക്കില്ലായിരിക്കും. സിഗ്നൽ ഓൾറെഡി പച്ചയാണ്. കയറിയിരുന്നേക്കാം. സമയം 9:52. ഡോർ അടഞ്ഞു കഴിഞ്ഞു. 1 മിനിറ്റ് കൃത്യം 51 വന്നു. 52 വിടുന്നു. നമ്മൾ നാളെ ആക്ച്വലി ഇതേ ട്രെയിൻ റിട്ടേൺ വരും. നമ്മൾ ട്രിവാൻഡ്രം ടു കാസർഗോഡ് ട്രിപ്പ് അടിക്കാൻ പോകണം ഇതേ വണ്ടിയിൽ. നാളെ ഇതേ കോച്ചിലാണ് നമ്മൾ നാളെ വരാൻ പോകുന്നത്. അപ്പോൾ നാളെ പകൽ വെളിച്ചത്തിൽ പല കാര്യങ്ങളും ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ജസ്റ്റ് കൊല്ലം സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങുന്നു. നല്ല സ്പീഡിൽ പിക്കപ്പ് ചെയ്തിട്ട് സ്ലോ ഡൗൺ ചെയ്തു. കാരണം ഇത് കഴിഞ്ഞുകൊണ്ട് 30 kmph കർവ് ഉണ്ടല്ലോ. 30 kmph ആണ് കർവിൻ്റെ സ്പീഡ് റെസ്ട്രിക്ഷൻ. അപ്പോൾ അതിനുവേണ്ടി വണ്ടി സ്ലോ ഡൗൺ ചെയ്ത് കഴിഞ്ഞു. അപ്പം നമ്മളങ്ങനെ കൊല്ലം ജംഗ്ഷനിൽ നിന്ന് പുറപ്പെട്ട് കഴിഞ്ഞു. നമ്മുടെ അടുത്ത സ്റ്റോപ്പിന് നമ്മുടെ ഡെസ്റ്റിനേഷൻ തിരുവനന്തപുരത്ത് തന്നെയാണ്. അതിന് മുമ്പ് വേറെ സ്റ്റോപ്പൊന്നുമില്ല. അങ്ങനെ കൊല്ലത്തു നിന്ന് ഇറങ്ങി ജസ്റ്റ് കൊല്ലം കർവിലാണ്. ഇവിടെ 30 kmph ആണ് സ്പീഡ് ലിമിറ്റ്. അവിടെ ഇപ്പോൾ വണ്ടി ഏകദേശം 30 kmph കൊണ്ടിരിക്കുന്നത്. മീനുവൽ കൊല്ലത്തുനിന്ന് കയറിയവർക്കൊക്കെ വെൽക്കം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തിരക്ക് നല്ലോണം കുറഞ്ഞു. ഒരുപാട് പേര് ഇറങ്ങിക്കഴിഞ്ഞു. നമ്മൾ കൊല്ലമൊക്കെ കഴിയുമ്പോഴേക്കും വണ്ടി ഏറെക്കുറെ കാലിയെന്ന് വേണമെങ്കിൽ പറയാം. കാലിയെന്ന് പറയാൻ പറ്റില്ല. ഒരു 40% ആൾക്കാർ ഇറങ്ങി. 40% ആൾക്കാർ ഇറങ്ങിക്കഴിഞ്ഞു. അപ്പോൾ സമയം എന്താ 10:30 നമ്മളിപ്പോൾ പെരുങ്കുഴി കഴിഞ്ഞിട്ടേ ഉള്ളൂ. നമുക്കിനി ഏകദേശം ഒരു 25 കിലോമീറ്റർ കൂടെ പോകാനുണ്ട്. അപ്പോൾ 10:40 എന്തായാലും തിരുവനന്തപുരം സെൻട്രൽ എത്തില്ല. വണ്ടി ലേറ്റ് ആവും എന്നുള്ള ഷുവറായി. സമയം 10:47. നമ്മൾ ജസ്റ്റ് പേട്ട കഴിഞ്ഞു. കുറച്ച് ലൈറ്റുകളൊക്കെ വന്നത് കാണാം. നമ്മൾ തിരുവനന്തപുരം സെൻട്രലിലോട്ട് ജസ്റ്റ് കയറുകയാണ്. പ്ലാറ്റ്ഫോം നമ്പർ 1. പ്ലാറ്റ്ഫോം ലെഫ്റ്റ് സൈഡിലാണ്. ഈ നല്ല ഹെവി ടിൻറ്റിങ് ആയതുകൊണ്ട് നമുക്കൊന്നും കാണാൻ പറ്റില്ല എന്തായാലും. അപ്പോൾ വണ്ടി എത്തി. ഡോർ തുറന്നിട്ടില്ല ഇതുവരെ. ആൾക്കാരൊക്കെ ഇറങ്ങി തുടങ്ങി. ഇതായിരുന്നു നമ്മുടെ കോച്ച്. നമ്മൾ നാളെ ഇതേ കോച്ചിലാണ് വീണ്ടും യാത്ര ചെയ്യാൻ പോകുന്നത്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ. അപ്പോൾ ഇതേ കോച്ച് നാളെ പകൽ വെളിച്ചത്തിൽ ഒന്നുകൂടി കാണിച്ചു തരാം. അപ്പോൾ നമുക്കെന്നാൽ പുറത്തോട്ടിറങ്ങാം. നാളെ എൻ്റെ സീറ്റ് 4 ഇവിടെ ഫോർവേഡ് ഫേസിങ് പക്ഷേ ലെഫ്റ്റ് സൈഡാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ട്രെയിനിൽ നിന്ന് ഇറങ്ങിയേക്കാം. നിങ്ങൾ മിക്കവാറും എൻ്റെ തിരുവനന്തപുരം കാസർഗോഡ് യാത്രയായിരിക്കും ആദ്യം കാണുന്നത്. അത് കഴിഞ്ഞിട്ടായിരിക്കും മിക്കവാറും ഈ യാത്ര കാണുക. കാര്യം ഈ യാത്ര ഞാൻ വളരെ ചെറിയൊരു വീഡിയോ ആണ്, ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്യേണ്ടാവുള്ളൂ. നമുക്കെന്നാൽ പതുക്കെ ട്രെയിനിൽ നിന്ന് പുറത്തിറങ്ങാം.
ഇപ്പോൾ സമയം 10:52. അപ്പോൾ 10:50 ഇവിടെ എത്തി. 10 മിനിറ്റ് ലേറ്റായിട്ട് നമ്മൾ തിരുവനന്തപുരം സെൻട്രലിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ പിന്നെ നമുക്ക് ഈ വീഡിയോ ഇവിടെ വെച്ച് ക്ലോസ് ചെയ്യാം. ഇതൊരു വളരെ ചെറിയ വീഡിയോ ആയിരുന്നു എന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഇതൊരു വെനസ്ഡേ വീഡിയോ ആയിട്ടാണ് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഷൊർണൂർ മുതൽ തിരുവനന്തപുരം വരെയുള്ള വീഡിയോ. ഇതുപോലെ ഒരു വെനസ്ഡേ വീഡിയോ കൂടി വരും, കാസർഗോഡ് നിന്ന് ഷൊർണൂർ വരെ. അപ്പോൾ രണ്ടും കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഒരു ഫുൾ യാത്രയാവും. പിന്നെ നാളെ ഞാൻ ഇതേ ട്രെയിനിൽ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഒരു എൻഡ് ടു എൻഡ് റൈഡ് പോകുന്നുണ്ട്. ആ വീഡിയോ ആണ് ആദ്യം വരിക. അത് മോസ്റ്റ്ലി ഒരു സൺഡേ വീഡിയോ ആയിട്ടാണ് ഞാൻ പ്രൊഡ്യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ 20 കാർ ട്രെയിനിലെ ഫസ്റ്റ് റൈഡായിരുന്നു. നിങ്ങളെല്ലാവരും ഈ വീഡിയോ മുഴുവൻ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ സൂപ്പർ താങ്ക്സ് മെമ്പർഷിപ്പ് പോലത്തെ മെത്തേഡ്സ് വഴിയൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് ഒരുപാട് ആവശ്യമുണ്ട്. നിങ്ങളുടെ സപ്പോർട്ടില്ലാണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. നമ്മളെ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ തീർച്ചയായിട്ടും കാണുക. നിങ്ങളുടെ ഫീഡ്ബാക്ക്, കമൻറ്റ്സ്, സജഷൻസ് ഒക്കെ രേഖപ്പെടുത്തുക. നമുക്കെന്നാൽ വീണ്ടും അടുത്തൊരു അടിപൊളി വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരയ്ക്കും ദിസ് ഇസ് ബിനയ് ശങ്കർ സൈനിങ് ഓഫ് ഫ്രം പ്ലാറ്റ്ഫോം 7. See you in the next video. Until then, bye bye.